എല്ലാവർക്കും നമസ്കാരം. ഉത്തരാടത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള മകരക്കുറി ജനിച്ചവരുടെ 2026 വിഷുഫലങ്ങളെ നോക്കാം. മകരക്കുറുകാർ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചിരുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്കും തൊഴിൽപരമായ തടസ്സങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും വലിയൊരു പരിഹാരം ലഭിക്കുന്ന വർഷമാണിത്. ശത്രുശല്യങ്ങളെ ഇല്ലാതാക്കാനും തടസ്സങ്ങളെ എളുപ്പത്തിൽ മറികടന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ജോലിസ്ഥലത്ത് വലിയ സ്ഥാനക്കയറ്റം ലഭിക്കാനും 3 ശനി സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മികച്ച വിജയം നേടാനും ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാനും യോഗമുണ്ടാകും. പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് മികച്ച ജോലി ലഭിക്കാനും സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരാനും സാധ്യത കാണുന്നുണ്ട്. ജൂൺ മാസം 2-ാം തീയതി വരെ വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. ചെലവുകൾ അധികരിക്കാനും കടങ്ങൾ വർദ്ധിക്കാനും സാധ്യതയുള്ള സമയമാണിത്. അതേസമയം ജൂൺ 2 മുതൽ വ്യാഴം 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മകരക്കുറുകാർക്ക് ഒരു സുവർണ്ണകാലം തന്നെ വന്നു ചേരുന്നതാണ്. വലിയ സാമ്പത്തിക നേട്ടങ്ങളും പുരോഗതിയും ഉണ്ടാവുകയും പുതിയ വാഹനം വാങ്ങാനോ വീട് പണി ആരംഭിക്കാനോ ഈ സമയം സാധിക്കുന്നതുമാണ്. എങ്കിലും ഒക്ടോബർ മാസം മുതൽ ജനുവരി വരെയുള്ള സമയം വ്യാഴം അഷ്ടമസ്ഥാനമായ 8-ാം ഭാവത്തിലേക്ക് അതിചാരമായി മാറുന്നതോടെ അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം കാരണം വിവാഹപ്രായമായവർക്ക് വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വിവാഹം നടക്കും. വിവാഹം കഴിഞ്ഞവർക്ക് ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി കുടുംബത്തിൽ സന്തോഷം തിരികെ വരും. എങ്കിലും ഡിസംബർ മാസം വരെ രാഹു 2-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ കുടുംബത്തിലുള്ള വ്യക്തികളോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കുകയും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ വർഷം അല്പം ശ്രദ്ധ ആവശ്യമാണ്. 8-ാം ഭാവത്തിലേക്ക് കേതുവിൻ്റെ സ്വാധീനം മൂലം വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകും. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും ദീർഘദൂര യാത്രകളിലും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഡിസംബർ മുതൽ കേതു 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിലും അല്പം ശ്രദ്ധ നൽകേണ്ടതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ സംസാരത്തിലും ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം ശ്രദ്ധിച്ചാൽ വലിയ സാമ്പത്തിക നേട്ടങ്ങളും വിജയങ്ങളും പോലെയുള്ള വളരെ മികച്ച ഫലങ്ങളായിരിക്കും മകരക്കുറുകാർക്ക് ഈ വർഷം ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മകരക്കുറി ജനിച്ചവരുടെ വിഷുഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കുംഭക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.